ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചിയുടെ തലയൊക്കെ പൊട്ടി ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ബോധമൊക്കെ വന്നിട്ടുണ്ട് സച്ചിക്ക്. ബോധം വന്ന ഉടനെ തന്നെ അർച്ചനയെ അന്വേഷിക്കുകയാണ് സച്ചി. അർച്ചനയെ നോക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ട് ഉടനെ കിടന്ന് ബഹളം വെക്കുന്നുമുണ്ട് സച്ചി. ഇത് കണ്ട് ആരതി പറയുന്നുണ്ട്, സച്ചി എന്തായി കാണിക്കുന്നത്, ഇവിടെ അടങ്ങിക്കിടക്ക് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു. ആരതി പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നു, എന്താ വക്കീലേ ഇത്, വക്കീൽ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെൻ്റെ ജീവനാണ്, അതെൻ്റെ ഭാര്യയാണ് അർച്ചന. ഇത്രയും നാളും അവൾ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ ദൈവമേ. നമ്മൾ രണ്ടുപേരും ആ വീട്ടിൽ പോയിരുന്നതല്ലേ, എന്നിട്ടും അവിടെ എൻ്റെ അർച്ചന ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ആരതി പറയുന്നുണ്ട്, സച്ചി ഒന്നും മിണ്ടാതിരിക്കുക, എന്താ പറയുന്നതെന്നൊന്നും സച്ചി അറിയില്ലേ, അത് ഗോകുൽ സാറിൻ്റെ വൈഫാണ്, സച്ചി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ ആരതി പറയുന്നു. അവിടെ ആരതിയും ഗോകുലുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഇപ്പോഴും സച്ചി പണ്ട് പറയുന്നത് പോലെ തന്നെ വെറും ഒരു തോന്നലായിരിക്കും, അത് അർച്ചനയാണെന്ന് തോന്നിയതായിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അല്ലെന്ന് പറഞ്ഞാൽ വക്കീലിന് മനസ്സിലാകില്ലേ, അതെൻ്റെ ഭാര്യ അർച്ചനയാണ്, പിന്നെ എങ്ങനെ അത് ഗോകുൽ സാറിൻ്റെ ഭാര്യയാകുന്നത്, അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കെട്ടിയതാണ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, സച്ചി വെറുതെ ഭ്രാന്ത് പറയരുത്, സച്ചിക്കത് വെറുതെ തോന്നിയതാണ് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, തോന്നലോ, ഞാൻ പറയുന്നത് 100% ശരിയാണ്, അത് സത്യമാണ്. ഇത് കേട്ടിപ്പോൾ ആരതി പറയുന്നുണ്ട്, ഇതുപോലെ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ, അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലേ, ഗൂഗിൾ സാർ നമ്മളെ സഹായിക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റ് മുടക്കിയത് വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ സച്ചി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോ, എൻ്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ, ഞാൻ അവളെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കണ്ടിപ്പോൾ ആരതിയും അവിടെ എത്തിയ ഒരു അന്തേവാസിയായ സ്വാമിജിയും കൂടി സച്ചിയെ പിടിച്ചിരുത്തുന്നുണ്ട്. അവൾക്ക് എന്ത് എന്നെ കണ്ടിട്ട് മനസ്സിലാവാത്തത്, അവളെൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് സച്ചി. അവിടെ ചെന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ആരതി പറയുമ്പോൾ, ഞാൻ പോകും, അതിൻ്റെ അർച്ചനയാണ്, ഞാൻ പോകും, എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് വീണ്ടും സച്ചി പോകാൻ തുടങ്ങുന്നു. ഈ സമയം ഇപ്പോൾ അർച്ചനയും ഗോകുലും ശോഭനയും ഗൗരിമോളും അവർ 4 പേരും കൂടെ പോകാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കാറിൽ കയറി അവർ വീട്ടിലേക്ക് പോകാൻ പുറപ്പെടുകയാണ്. അവർ കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ഈ സമയം സച്ചി അവിടേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും അവർ കാറിൽ കയറി പോയിരുന്നു. അർച്ചന എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്നുണ്ട്, എന്നാൽ അവരിത് കാണുന്നില്ല. ഉടനെ തന്നെ സച്ചി ഇപ്പോൾ പുറകെ പോകാനായി ഓടുന്നുണ്ട്. പുറകെ തന്നെ ആരതിയും ഓടുന്നു. സച്ചി എന്ന് വിളിച്ച് പുറകെ ചെല്ലുന്നുണ്ട് ആരതി. അങ്ങനെ അവർ കാറെടുത്ത് പോകുന്നത് കണ്ട് സച്ചിയും ഉടനെ ചെന്ന് സച്ചിയുടെ കാർ എടുത്തുകൊണ്ട് പോകുന്നു. ആരതി ആവുന്നത് ശ്രമിച്ചിട്ടും സച്ചി പോവുകയാണ്. ആരതി ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ സച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അർച്ചന എന്ന് പറഞ്ഞ് അവരുടെ കാറിന് പുറകെ ഇപ്പോൾ പോയിരിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ആ ഒരു സംഭവത്തിന് ശേഷം ഒന്നും തന്നെ മിണ്ടാതെ ഒന്ന് ഷോക്കായി തന്നെ ഇരിക്കുകയാണ്. ആരോടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഉള്ളിൽ എന്തോ ഭയമുള്ളതുപോലെയാണ് അർച്ചനയ്ക്ക്. ഈ സമയം കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോകുൽ വിചാരിക്കുന്നുണ്ട്, പൂജ മുടങ്ങിയതിൻ്റെ സങ്കടം സമൃദ്ധിയുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. ഇത്രയും സംഭവിക്കാൻ മാത്രം സച്ചിക്ക് ഇത് എന്ത് പറ്റി, അയാൾ എന്തൊക്കെയാണ് ഈ കാണിച്ചത്, സച്ചിയുമായിട്ടുള്ള എല്ലാ സൗഹൃദവും ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഗോകുൽ. എന്നാൽ സച്ചി ഇപ്പോൾ പുറകെ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവരിപ്പോൾ അറിയുന്നില്ല. സച്ചിയാണെങ്കിൽ ഇപ്പോൾ ആ ആശ്രമത്തിൽ നടന്ന കാര്യങ്ങളും ആ അർച്ചനയെ കണ്ട കാര്യങ്ങളും അങ്ങനെ എല്ലാം ഓർത്തോർത്ത് വളരെയധികം സങ്കടപ്പെട്ടാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതും, അതും വളരെ സ്പീഡിൽ തന്നെ. അർച്ചന തന്നെ തള്ളി മാറ്റിയതും ഗോകുലിൻ്റെ കൂടെ പോയതും സച്ചിക്ക് തലപൊട്ടി താഴെ കിടന്നപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാതെ പോലും ഗോകുലിനെ വിളിച്ച് പോയതും അതെല്ലാം ഓർത്ത് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് ഇപ്പോൾ സച്ചി. ഇതൊന്നും സച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സച്ചി ഇപ്പോൾ ഹോൺ അടിക്കുന്നുണ്ട്. അത് കണ്ട് ഇപ്പോൾ സച്ചി പിറകിൽ തന്നെ ഉണ്ടെന്ന് ഗോകുലിനും അർച്ചനയ്ക്കുമൊക്കെ മനസ്സിലാവുന്നു. സച്ചിക്ക് എന്താ ഭ്രാന്തായോ, ശരിക്കും അവൻ്റെ മാനസിക നില തെറ്റിയെന്നാണ് തോന്നുന്നത്. ഇതെന്താ ഇങ്ങനെ പിന്നാലെ വരുന്നത്? ഇനിയിപ്പോൾ അബദ്ധം പറ്റിയത് മനസ്സിലായി ക്ഷമ ചോദിക്കാൻ വേണ്ടിയായിരിക്കും. വേണ്ട, അയാളുമായി ഇനി ഒരു ബന്ധവും വേണ്ട, താനിങ്ങനെ പേടിക്കുമൊന്നും വേണ്ട. മാനസിക നിലയ്ക്ക് ചെറിയ തകരാറുള്ള അയാളുടെ അവസ്ഥ ഞാൻ ഇതിനു മുൻപേ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഏതാൾക്കൂട്ടത്തിലും അയാൾ തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഇങ്ങനെ അന്വേഷിക്കും. ചില സ്ത്രീകളെ കാണുമ്പോൾ മുൻപും ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭാര്യ നഷ്ടപ്പെട്ട സമയം മുതൽ അയാൾ ഒരു ഭ്രാന്തനെ പോലെയാണ്. പൂജ മുടങ്ങിയതിൻ്റെ വിഷമം എനിക്കുമുണ്ട്. എന്താ വേണ്ടതെന്ന് നമുക്ക് ഗുരുജിയെ വിളിച്ച് ചോദിക്കാം. എന്തായാലും 2 ദിവസം കഴിയട്ടെ, എല്ലാം ഒന്ന് ശാന്തമാകട്ടെ, എന്നിട്ട് ഗുരുജിയെ വിളിക്കാം എന്നൊക്കെ ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് പറയുന്നു. അർച്ചനയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ എല്ലാം കേട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ടെൻഷനോടെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അർച്ചന. ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട് സച്ചി. ഇപ്പോൾ അവരുടെ കാറിനൊപ്പം തന്നെ വരുന്നു. എന്നിട്ട് അർച്ചന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാറിലിരുന്നുകൊണ്ട്. എന്തായാലും ചെയ്തതിൻ്റെ സീരിയസ്നെസ് അയാൾക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായത്. എന്തായാലും വണ്ടി നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല,
താൻ ഇനി അയാളെ കാണണ്ട എന്നൊക്കെ ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്. വണ്ടി ഇപ്പോൾ വളരെയധികം സ്പീഡിൽ ഓടിക്കുന്നുണ്ട് ഗോകുൽ. അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അർച്ചന. സച്ചി വീണ്ടും ഇങ്ങനെ കാറിൻ്റെ ഒപ്പം തന്നെ വന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം പേടിച്ച് ടെൻഷനോടെ തന്നെ ഇരിക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ ഇപ്പോൾ അവരുടെ വണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ സച്ചി പെട്ടെന്ന് വേറൊരു വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് സൈഡിലേക്ക് കാറ് വെട്ടിക്കുന്നുണ്ട്. നേരെ ചെന്ന് ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിക്കുകയാണ് സച്ചിയുടെ വണ്ടി. അങ്ങനെ തലയിടിച്ച് വീണ്ടും ബോധം പോയി കിടക്കുന്നുണ്ട് സച്ചി. ശേഷം ഇപ്പോൾ ആരതിയാണ് കാണിക്കുന്നത്. ആരതി ആശ്രമത്തിലിരുന്ന് സച്ചി പോയതിനൊക്കെ ഓർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം ഗുരുജി അവിടേക്ക് വരുന്നു. സംഭവിച്ചതൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണല്ലേ എന്ന് ഗുരുജി ഇപ്പോൾ ആരതിയോട് ചോദിക്കുന്നുണ്ട്. അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? സച്ചി കാരണം ആ പൂജ മുടങ്ങി. ഇപ്പോൾ ദേ വണ്ടിയെടുത്ത് അവരുടെ പിന്നാലെ പോയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. ഈ ആശ്രമത്തിൽ ഗുരുജിയുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും രോഗശാന്തി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഗൂഗിൾ സാറിൻ്റെ ഭാര്യയുടെ ഓർമ്മ തിരിച്ചു കിട്ടാത്തത് എന്താണെന്ന് ആരതി ഇപ്പോൾ ഗുരുജിയോട് ചോദിക്കുന്നുണ്ട്. കാലമാണ് എല്ലാത്തിനും സാക്ഷി. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കാലം തന്നെ നിനക്ക് പറഞ്ഞു തരും എന്ന് ഗുരുജി പറയുമ്പോൾ, ഞാൻ ഇന്ന് തന്നെ മടങ്ങും ഗുരുജി, വൈകുന്നേരത്തെ പൂജയ്ക്ക് നിൽക്കുന്നില്ല എന്ന് ആരതി പറയുമ്പോൾ ഗുരുജി പറയുന്നുണ്ട്, മനസ്സ് വിഷമിക്കുന്നത് യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് എന്ന് ഗുരുജി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസമെല്ലാം തകർന്നു ഗുരുജി എന്ന്. ഉടനെ ഗുരുജി പറയുന്നത്, തകർന്നത് വിശ്വാസമല്ല, വിശ്വാസമായി നീ കരുതിയ ഭ്രമമാണ് മോളെ. ജീവിതം മുന്നിലുള്ള ഉത്തരമാണ്. ഒരുപാട് ചോദ്യങ്ങളിലൂടെ നമുക്ക് നൽകുന്ന ബോധമാണ്. നമ്മുടേതല്ല എന്ന് മനസ്സിലാകുന്ന നിമിഷം ആത്മാവ് സ്വതന്ത്രമാകും. സ്നേഹം ഒരിക്കലും വ്യാജമല്ല, അത് പിടിച്ചു വാങ്ങുന്നതാണ് വ്യാജം. ഒരു കാര്യം മാത്രം മോൾ മനസ്സിലാക്കിയാൽ മതി, നിനക്കുള്ളതൊന്നും നിന്നിൽ നിന്ന് പോകില്ല. നിന്നിൽ നിന്നും പോയത് നിൻ്റേതായിരുന്നില്ല. ഒന്നിൻ്റെയും അവസാനമാണെന്ന് കരുതരുത്. എല്ലാം ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്. നിനക്ക് കിട്ടേണ്ടത് നിന്നിലേക്ക് വന്നു ചേരും എന്നും ഗുരുജി പറയുന്നുണ്ട്. മോള് പോയി വരൂ എന്ന് പറഞ്ഞ് ഗുരുജി ഇപ്പോൾ ആരതിയെ അനുഗ്രഹിച്ച് വിടുകയാണ്. ശേഷം കാണിക്കുന്നത് ഗോകുലും അർച്ചനയും ഒക്കെ ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശിശിര ഈ സമയം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അർച്ചന ഇറങ്ങിയിട്ട് അർച്ചനയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. സങ്കടപ്പെട്ടാണ് അർച്ചന ഇപ്പോൾ അകത്തേക്ക് പോകുന്നത്. ഇത് കണ്ട് ശിശിര ചോദിക്കുന്നുണ്ട്, ഇവളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷവും ഇല്ലല്ലോ, എന്ത് പറ്റി? ഓർമ്മ തിരിച്ചു കിട്ടിയില്ലേ? അതോ ഇനിയിപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയത് കുഴപ്പമായോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശിശിര. അങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ ശിശിര. അതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അർച്ചനയുമായി അകത്തേക്ക് പോകുന്നു. നീ ആ ബാഗ് എടുക്കാൻ അമ്മയെ സഹായിക്കുക എന്നും പറയുന്നുണ്ട്. എന്താ അമ്മേ അവളുടെ മുഖം വല്ലാതിരിക്കുന്നത്, അവൻ്റെ മുഖവും ഒരുമാതിരി വല്ലാതിരിക്കുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ശിശിര ശോഭനയോട് ചോദിക്കും. എൻ്റെ പ്രാർത്ഥന ഫലിച്ചു, പൂജ മുടങ്ങി എന്നിങ്ങനെ ശോഭന പറയുമ്പോൾ അതെങ്ങനെ മുടങ്ങി എന്ന് ശിശിര ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം, നീ വാ എന്ന് പറഞ്ഞ് അവർ ബാഗൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ അകത്തേക്ക് കയറുമ്പോൾ രാജീവ് നടന്ന് വരുന്നുണ്ട്. അത് കണ്ട് ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് ഗോകുൽ. അങ്ങനെ ഇപ്പോൾ ഗോകുലിനും അർച്ചനയ്ക്കും ഗൗരിമോൾക്കുമൊക്കെ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. രാജീവ് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് അങ്കിളെ എന്ന് വിളിച്ചുകൊണ്ട് രാജീവിൻ്റെ അടുത്തേക്ക് ഗൗരി ചെല്ലുമ്പോൾ, നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോകുൽ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ് എന്ന് പറയുന്നുണ്ട് രാജീവ്. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, പൂജയെല്ലാം നന്നായി നടന്നില്ലേ എന്ന് രാജീവ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് ഗോകുൽ പറയുമ്പോൾ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന പോകുമ്പോൾ ശോഭന അവിടേക്ക് വന്നിട്ട് ഗോകുലിനോട് പറയുന്നുണ്ട്, മോനെ പൂജ മുടങ്ങിയതിൽ അവൾക്ക് വളരെയധികം സങ്കടമുണ്ട്, നീയും കൂടെ ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ശോഭന ഇപ്പോൾ ഗോകുലിനെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. ഉടനെ പൂജ മുടങ്ങിയെന്നോ, എന്ത് പറ്റി അളിയാ എന്നൊക്കെ ഇങ്ങനെ രാജീവ് ചോദിക്കുമ്പോൾ, അതൊക്കെ അമ്മ പറയും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നു. എന്താ അമ്മ എന്ത് പറ്റി, എങ്ങനെയാ പൂജ മുടങ്ങിയത് എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ, മുടങ്ങിയതല്ല മുടക്കിയതാണ്. ആ കമലയുടെ മരുമകൻ, ആ കാർ ഓടിക്കുന്നവൻ സച്ചി, അവൻ കാരണമാ പൂജ മുടങ്ങിയത് എന്ന് ശോഭന ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് രാജീവ്. സമൃദ്ധ, അത് അവൻ്റെ ഭാര്യ അർച്ചനയാണ് പോലും, അവന് മുഴു ഭ്രാന്താണ്. കാറിൽ പാതി വഴി വരെ വന്നു. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടിയില്ല. ഇനി അവൾ ഈ വീട്ടിൽ സമൃദ്ധിയായി തന്നെ ജീവിക്കും എന്ന് ശോഭന ഇപ്പോൾ അവരോട് ശിശിരയോടും രാജീവിനോടുമായി പറഞ്ഞിട്ട് ശോഭന ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. പുറകെ തന്നെ ശിശിരയും ഇപ്പോൾ പോകുന്നു. അപ്പോൾ കളി മാറി. സച്ചി അർച്ചനയെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ഇവിടെ എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടാൻ പോകുന്നത്. സച്ചി വരും, എന്തൊക്കെ സംഭവിച്ചാലും അവൻ അർച്ചനയെ കൊണ്ടുപോവുകയും ചെയ്യും. അവനെ തടയാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ രാജീവ്. ഈ സമയം അർച്ചനയെ കാണിക്കുന്നു. അർച്ചന ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ്. പൂജ മുടങ്ങിയതും സച്ചി വന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ചതും അതെല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.